ഹായ് ഫ്രണ്ട്സ്, ദിസ് is ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോവാണ് കേട്ടോ. ഒരു 3 വർഷം മുന്നേ ഞാൻ കണ്ട സ്വപ്നത്തിലേക്കാണ് ഞാൻ നടന്നു കയറാൻ പോകുന്നത്. വേറെ ഒന്നല്ല, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സ് കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ എക്സാമാണ്. കോൺവൊക്കേഷൻ സെറമണി ഇന്ന് തന്നെയാണ് കേട്ടോ. എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ബ്രൈഡിനെ ഒരുക്കി കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രൈഡിനെ റെഡിയാക്കി കാണിക്കണം. എന്താ പറയുക, മേക്കപ്പ് സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഫാമിലിയുടെ സപ്പോർട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഒക്കെയാണ് ഇന്ന് എനിക്ക് ഈ ഒരു സ്ഥലത്ത് പോയി പഠിക്കാനും ഇങ്ങനൊരു എന്താ പറയുക കോൺവൊക്കേഷനിൽ പങ്കെടുക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായത്. ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ എന്തൊക്കെ വാക്കുകൾ അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എൻ്റെ ഒരു ടീനേജ് കാലഘട്ടം വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒട്ടും ലക്കി അല്ലാത്ത കുട്ടിയാണ്, എനിക്കൊട്ടും ഭാഗ്യമില്ല എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അച്ഛൻ പോയതിന് ശേഷം ഭയങ്കര വിഷമവും സങ്കടവും ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലും ഒക്കെ ഒരുപാട് എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കറിയാം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത കുട്ടി ഞാനാണെന്ന് കേട്ടോ. എനിക്ക് ഞാൻ PG കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇനി BEdന് പോകണം എന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നെ നിർബന്ധിച്ചു. പക്ഷെ എൻ്റെ ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സ് ഞാൻ തിരഞ്ഞെടുത്തതും അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും സമ്മതം ചോദിച്ച് ലാസ്റ്റ് എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റിയതും. ഏതൊരു പെൺകുട്ടിയുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പാരൻസ് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ഇതൊക്കെ ആവും. ഇന്ന് എനിക്ക് എൻ്റെ നെഞ്ചിൽ കൈ വെച്ച് പറയാൻ പറ്റും ഞാൻ അങ്ങനെയുള്ള ഒരു കുട്ടിയാണെന്നുള്ളത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കാരണമാണ് കേട്ടോ. എനിക്കിന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡാണ്. ഭയങ്കര ഭാഗ്യം ചെയ്ത കുട്ടിയാന്നൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നിപ്പോകുന്ന ചില മൊമെന്റ്സ് ഉണ്ടല്ലോ, അങ്ങനൊരു മൊമെൻ്റാണിത്. കാരണം വേറെ ഒന്നല്ല, എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് പോയാൽ മതി എന്നുള്ളത് എന്നോട് ആദ്യമേ പറയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും അടങ്ങാത്ത ആഗ്രഹമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്നെ ഇതിന് വിടാം അല്ലെങ്കിൽ പഠിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. ആ തീരുമാനം മുതൽ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാമെന്നുള്ള ആ ഒരു വലിയൊരു ഇതുവരെ എൻ്റെ കൂടെ നിന്ന ആളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. ആളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഒരു കോൺവൊക്കേഷനിൽ പങ്കെടുക്കാൻ പോകാനോ ഒന്നും പറ്റില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞാനൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്ത് വെച്ച് ചെയ്തു തരുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അതേപോലെ തന്നെയാണ് എൻ്റെ ഫാമിലിയും. ഞങ്ങളുടെ 2 ഫാമിലിയും എൻ്റെ കൂടെ ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതേപോലെ ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ പറ്റുന്നത്. ഒരു മേക്കപ്പ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഫാമിലിയുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. കാരണം നമ്മളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു ടൈമിംഗ് ഒന്നും ഇല്ലാത്തൊരു പ്രൊഫഷനാണ്. രാത്രി പോകേണ്ടി വരും, വെളുപ്പിനെ എഴുന്നേറ്റ് പോകേണ്ടി വരും, തിരിച്ചു വരുന്നത് തോന്നുന്ന സമയത്തായിരിക്കും വർക്ക് തീരുന്നത്. പക്ഷെ ഇതിനൊക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. എൻ്റെ കാര്യത്തിൽ 100% ഞാൻ ലക്കിയാണ്. ഹസ്ബൻഡിന് മാത്രമല്ല, എൻ്റെ ഫാമിലിന്ന് മാത്രമല്ല, 2 ഫാമിലിയും ഈ 2 ഫാമിലിയിലുള്ള ഫുൾ മെമ്പേഴ്സും ഒരുപോലെ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അല്ലേ. ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ അവിടെ നിൽക്കുന്ന ആ സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരൊക്കെ ഓർക്കുക എന്നുള്ളതും വലിയ കാര്യമാണ്. 2-3 ദിവസം മുന്നേ എൻ്റെ നടു ഉളുക്കിയിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അവിടെ എക്സാമാണ്, ഒരു ബ്രൈഡിനെ ഒരുക്കണം, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ കഴിഞ്ഞ 2-3 ദിവസം ഇവിടെ ഏട്ടൻ്റെ അമ്മയാണെങ്കിലും ഏട്ടത്തിയമ്മയാണെങ്കിലും ഒക്കെ എനിക്ക് എന്താ പറയുക ചൂട് പിടിച്ച് വന്നിട്ടാണെങ്കിലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ നിന്നത് അവരാണ് കേട്ടോ. ഞാൻ ഈ 2-3 ദിവസം ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക, എപ്പോഴും പോയി കിടക്കും, അധികം പണിയൊന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നോർമൽ ഒരു വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി, വഴക്കും കുശുമ്പും വടിയും പിടിയും ഒക്കെ ഉണ്ടാവാനായിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലാണ്ട്
ഹാപ്പി ആയിട്ട് എന്താ പറയാ നിനക്ക് എക്സാം ആണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കാൻ ആൾക്കാർ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഭയങ്കര സന്തോഷമുണ്ട്. അത് കൂടുതൽ എൻ്റെ ഫാമിലിനോടും എൻ്റെ ഹസ്ബൻഡിനോടും ഒക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. അപ്പം എല്ലാവരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് തുടർന്നുള്ള വീഡിയോസിലൂടെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇത് എൻ്റെ ബ്രൈഡിന് ഉടുക്കാനുള്ള സാരി കേട്ടോ. ഞാൻ പ്രീപ്ലീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇറങ്ങാൻ പോവാണേ. ബൈ. ഞങ്ങൾ റെഡിയായി താഴെ എത്തിയപ്പോഴത്തേക്ക് ഇതാ യാദൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 6:30 ആയപ്പോഴത്തേക്ക് റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ യാദപ്പൻ എന്തൊക്കെയോ സൗണ്ട് ഒക്കെ ഇട്ട് ഉണർന്ന് വന്നതാണ്. അവൻ എങ്ങോട്ടോ പോവാന്ന് കാര്യം മനസ്സിലായപ്പോ മുതൽ പെരും കരച്ചിലാണ്. എന്തെങ്കിലും കാണിച്ച് പിടിച്ചിരുത്താന്ന് വിചാരിച്ചിട്ട് ഫോണിൽ കാർട്ടൂൺ എന്തോ പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എവിടെയെങ്കിലും പോണെങ്കിൽ അവന്റെ കണ്ണ് വെട്ടിച്ച് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങിയ ഇതുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് വിപിൻ, ആളും പിന്നെ എൻ്റെ മോഡൽ സ്നേഹ. ഞങ്ങൾ 4 പേരും കൂടിയാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാലാണ് സ്നേഹയുടെ വീടെത്തുക. അപ്പൊ അവിടുന്ന് ഞങ്ങൾ അവളെ പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. സ്നേഹയുടെ പാട്ടും വിപിനായിട്ടിന്റെ തള്ളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അയാള് കേറ്റാത്ത ആളോ? കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം മായുള്ള സന്ധ്യേ നിന്നെ തേടി തീരന്നിലാവിൻ പരാഗം എന്നെന്നും ഈ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി പുണ്യമേ ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ. ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേക്കും കാലിക്കറ്റ് എത്തിയിരുന്നു. ഇത് കൂടെ അങ്ങോട്ടാ. ബിരിയാണി നല്ല. ഇത് കൂടെ ഒരു വഴിയുണ്ട്. ഇത് കൂടെ പോയാൽ മതി. അതില് പിന്നെ സ്പേസ് കുറവാണ്. ഒറ്റ വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. ആൾക്കാര് എട്ടര ആയിട്ടുള്ളൂ. ആരും വന്നിട്ട് കൂടി ഉണ്ടാവില്ല. തുറന്നിട്ടുണ്ടാവില്ല തോന്നുന്നു. 8:30 ആയിട്ടുള്ളൂ. ഞങ്ങള് മീരാമാക്സിൽ എത്തിയപ്പം അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. 8:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 9 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ മേക്കപ്പ് ബോക്സ് മുകളിൽ കൊണ്ട് തന്നിട്ടാണ് ഏട്ടൻ പോയത്. കുട്ടികളൊക്കെ എത്തി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുണ്യാണ് കേട്ടോ എനിക്ക് പാളയത്തുനിന്ന് ഫ്ലവർ കൊണ്ട് തന്നത്. അപ്പം നല്ല രാവിലെ തന്നെ പോയി വാങ്ങിയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറും കിട്ടി. 10:30ക്കാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പതുക്കെ തുടങ്ങി. ഈ ഒരു ഫുട്ടേജ് മാത്രമേ മേക്കപ്പിന്റെ ഇടയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേറൊന്നല്ല, ഭയങ്കര ചെക്കപ്പൊക്കെ ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടി.
മണിക്കൂറിൽ ഞാൻ ചെയ്ത മേക്കപ്പ് വെറും 3 സെക്കൻഡ് കൊണ്ട് 2 ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പരിപാടിക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 5 മണിയായിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നന്ദു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് 2 ദിവസം ലീവ് ആയതുകൊണ്ട് അവൻ നാട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ പോകുന്നു. രാവിലെ ഒരു ചായയും പഴംപൊരിയും കഴിച്ചിട്ട് എക്സാം ഹാളിൽ കയറിയതാണ് കേട്ടോ. 5 മണിക്കാണ് ഞങ്ങൾ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3-3:30 വരെ വിപിനേട്ടനും ഉണ്ണേട്ടനും ഞങ്ങളെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു കഴിച്ചോളാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാനും നന്ദുവും സ്നേഹയും കൂടെ കയറിയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് പോകുന്നത്. കോഴിക്കോടൻ ബിരിയാണി തട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറിയതെങ്കിലും പക്ഷെ ആ നേരം ആയതുകൊണ്ട് ഫുഡ് കിട്ടിയില്ല. എന്തായാലും കിട്ടിയത് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. വരുന്ന വഴിക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങോട്ട് പോയ ഉഷാറൊന്നും തിരിച്ചു വരാനുണ്ടായിരുന്നില്ല, ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടും ദൈവാധീനം കൊണ്ടും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ച എൻ്റെ വീട്ടുകാരോടും എൻ്റെ കൂടെ അവിടം വരെ പണിയൊക്കെ കളഞ്ഞു വന്ന എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിനും എന്താ പറയാ, എന്നെപ്പോലെ തന്നെ സ്നേഹയും, എൻ്റെ മോഡലിന്റെ പേരാണ് കേട്ടോ സ്നേഹ, അവളും നല്ലതായിട്ട് പെർഫോം ചെയ്തു. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ഫോട്ടോസും കൂടി കിട്ടിയാലേ നമുക്ക് വർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവൾ നന്നായിട്ട് പോസ് ചെയ്തു, നല്ല വീഡിയോസിലൊക്കെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം. അപ്പോൾ സ്നേഹിക്കും ഒക്കെ എൻ്റെ ബിഗ് ഡേയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ നിറഞ്ഞൊരു ദിവസമാണ്. അതിന് എല്ലാവരോടും എത്രത്തോളം നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ തന്നെ 6 മണിയായപ്പോൾ തന്നെ 6-6:30 ആയപ്പോൾ തന്നെ എൻ്റെ അമ്മു ചേച്ചി വിളിച്ചു, എന്തായി, ഏതാ, പോവാനായോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ വർക്ക് കഴിഞ്ഞ്, അതായത് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ നിറച്ച് മിസ് കോളായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ, നന്ദുവിൻ്റെ, അമ്മയുടെ, ചിത്തമ്മയുടെ, അങ്ങനെ എല്ലാവരുടെയും മിസ് കോൾ ഉണ്ടായിരുന്നു അതിനകത്ത്. എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ കഴിയാനും ലേറ്റായി. പിന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 5 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നത് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ തിരക്കിൽ പെട്ടിട്ട് എനിക്ക് കൂടുതൽ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ ഈ വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ബിഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ വേണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ ഭാവിയിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളുടെ ഫോണിൽ നിന്നും നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഡാറ്റാസും പോയേക്കാം. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ അവിടെ കിടക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും എനിക്ക് കാണാമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ്. അപ്പം എനിക്ക് കിട്ടിയ വിഷ്വൽസ് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തത്. ഒരിക്കൽ കൂടി എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ വിഷ് ചെയ്ത, എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. മെയിനായിട്ട് മിറാമാക്സിനും. കാരണം ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് 100% നന്ദിയും കൂറും സ്നേഹവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും ഞാൻ. കാരണം അവിടുന്ന് മാക്സിമം എനിക്ക് തരാൻ പറ്റുന്ന എല്ലാവരും തന്നിട്ടുണ്ട്. അവിടുന്ന് മാക്സിമം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാം ഞാൻ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. അപ്പം അതൊരിക്കലും ഞാൻ ആ ഒരു സ്ഥാപനത്തിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ലൈഫിൽ എന്നും ഒരു പൊൻതൂവൽ എന്നൊക്കെ പറയുമല്ലോ, അതാണ് ആ സ്ഥാപനം. അപ്പോൾ ആ മിറാമാക്സിനോടും എൻ്റെ ഫാമിലിനോടും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും